ഒന്നാമത് ഈ ജെൻഡർ ഐഡന്റിറ്റി, സെക്ഷുവാലിറ്റി, ഇതെല്ലാം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അതിനെ മനസ്സിലാക്കണം. ഇപ്പം ആരായാലും ഇപ്പോൾ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഇത് പഠിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇനി മുതൽ അതിനെക്കുറിച്ച് നമുക്ക് വേറെ വിഷയം വരുന്നുണ്ട്. ഇനി മുതൽ സെക്സ് എഡ്യൂക്കേഷൻ, അതായത് ലൈംഗിക വിദ്യാഭ്യാസം നമ്മൾ നേടണം. അപ്പം നമ്മൾ കൊടുക്കേണ്ട ലൈംഗിക വിദ്യാഭ്യാസം എന്താണെന്നും അത് സിലബസിൽ എന്തൊക്കെയാണ് വരേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ അതിലാദ്യമായിട്ട് പിന്നെ പൊതുസമൂഹത്തിനും വിദ്യാർത്ഥികൾക്കൊക്കെ മനസ്സിലാവേണ്ടത്, മുമ്പ് നമ്മുടെ ഇപ്പോൾ അപേക്ഷ ഫില്ല് ചെയ്യുമ്പോൾ പോലും ഉണ്ടായിരുന്നത് സെക്സ്, അതിൻ്റെ ഒരു പിന്നെ പര്യായപദം എന്നുള്ള ആൾക്കാണ് മനസ്സിലാക്കിയിരുന്നത് ജെൻഡർ, സെക്സ് ഓർ ജെൻഡർ. ഇപ്പോഴും ആളുകൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നത് അപ്പോൾ ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഇതിൽ ഞാൻ മീഡിയ വണ്ണിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ അതിൽ ഞാൻ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യൂണിഫോം ഒക്കെ വന്നപ്പോൾ വലിയ വിഷയമാണ്. അപ്പോൾ അവിടെയാണ് ആ സമയത്താണ് ഞാൻ മീഡിയ വണ്ണിൽ ഒരു ചർച്ചയ്ക്ക് പോകുന്നത്. അപ്പോൾ ഞാനവിടെ ഈ വിഷയത്ത് ആളുകൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലായത്. ആ സമയത്ത് ചാനലിലൊക്കെ ചർച്ച ചെയ്തിരുന്നത് പാൻറ് സ്ത്രീകൾക്ക് ധരിക്കാൻ പറ്റുമോ, ഇതാണ് ചർച്ച. അപ്പോൾ അതിന് വലിയ ചർച്ചയാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളൊക്കെ മണിക്കൂറുകൾ ഇരുന്ന് ചർച്ച ചെയ്യാണ് പാൻറിന്റെ ഉത്ഭവം, പാൻറിന്റെ ചരിത്രപരമായ ഇതിലൊക്കെയാണ് ജെൻഡർ ന്യൂട്രൽ. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ മീഡിയ വണ്ണിൽ ആ ചർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു കോറിലേക്ക് എത്തിച്ചത്. അപ്പോൾ അവിടെ ഞാൻ ഉന്നയിച്ച ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ ഇടയിൽ പ്രധാനമായിട്ട് ഉന്നയിച്ചൊരു കാര്യമായിരുന്നു ഇത് ജെൻഡർ പൊളിറ്റിക്സ് വിദ്യാഭ്യാസത്തിന് കരിക്കുലത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടാകും. ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു തലമുറ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് US-ലേക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കീഴിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഇപ്പോഴും കാണാൻ പറ്റും ഈ ചങ്ങാതി എന്താ പറയുന്നത്, ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയോ, അത് പാൻറ് അഴിച്ച് നോക്കിയാൽ പോരെ. അതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ സെക്സ് ജെൻഡർ എന്നുള്ളത് പൊതുസമൂഹം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ആണ് പെണ്ണ്, അത് നമുക്ക് നോക്കണ ലിംഗം നോക്കിയാൽ പോരെ. ഇതിനപ്പുറത്തേക്ക് സെക്സ് ജെൻഡർ എന്നുള്ളതിന് വേറെ ചില ആശയതലങ്ങൾ, ഇവിടെ വേറെ ചില വിശദീകരണങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതും അവിടെയാണ് ചർച്ച കിടക്കുന്നത് എന്നുള്ളത് പോലും എന്ത് ചെയ്യുന്നില്ല, ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഇവിടെ ആഡ് ചെയ്ത് ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ. അപ്പോൾ ഈ ഇപ്പം നവാസ്, ജെൻഡർ പിന്നെ എന്ന് പറയുന്നതും സെക്സ് എന്ന് പറയുന്നത് നമുക്കിപ്പം രണ്ടും വേർതിരിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ എങ്ങനെ പറയാം? അതായത് നിലവിലുള്ള നരേറ്റീവ് ജെൻഡർ എന്ന് പറയുന്നത് നരേറ്റീവുമായി ഉണ്ടാക്കിയെടുത്ത് പറഞ്ഞാൽ ഒരിക്കലും ഇത് സിനോണിമസ് ആയി യൂസ് ചെയ്തിരുന്ന രണ്ട് വാക്കുകളായിരുന്നു. പിന്നീടാണ് ഇതിനെന്ത് ചെയ്തത്, ഒരു പിന്നെ അക്കാഡമിയ ഈ പറയുന്ന സോഷ്യോളജിക്കൽ ആസ്പെക്റ്റും അതുപോലെ തന്നെ സൈക്കോളജിയും ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ട് പിന്നീട് ഒരു വേറൊരു രൂപമായി മാറേണ്ടത് ഇപ്പോൾ അല്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളിൽ ഉന്നയിക്കുന്ന ചോദ്യമാണ്. അതായത് അങ്ങനെയുള്ള സെക്ഷൽ മൈനോറിറ്റീസ് ഇല്ലേ യഥാർത്ഥത്തിൽ? സെക്ഷൽ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ പറയുന്നതിൽ ഈ പിന്നെ ഇൻ്റർസെക്സ് വളരെ റെയറായിട്ടുള്ള പിന്നെ ഒരു മെഡിക്കൽ കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ് ശരിക്കും ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറയുന്ന ഇപ്പോൾ LGBTQ ഇത് സെക്ഷൽ ഓറിയൻറ്റേഷനെ സംബന്ധിച്ചുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പോൾ ഗെയ് എന്ന് പറഞ്ഞാൽ LGBTQയിലുള്ളതാണ് ലെസ്ബിയൻ, ഗെയ്, അതുപോലെ തന്നെ ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ. ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ സെക്ഷൽ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഓറിയന്റ് അയാൾക്ക് എന്തിനോട് താല്പര്യം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണുള്ളത്. പക്ഷേ അതായത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ സംഗതി, ഇപ്പം സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആണ്, ബയോളജിക്കലാണ് അല്ലെ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാം. അതേ സമയത്ത് LGBTQ അല്ലെങ്കിൽ സെക്ഷൽ മൈനോറിറ്റീസ് എന്ന് പറയുന്നത് അത് തോന്നലാണ്. വേറൊരു വിഷയം എന്താ വെച്ചാൽ സെക്ഷൽ മൈനോറിറ്റീസ് നമ്മൾ ഇങ്ങനെ ഒരു ടേം ആയിട്ട് പറയുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ LGBTQIA+ അങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ ഇതിൽ ഈ ഐഡന്റിറ്റി എങ്ങനെ വന്നു, ഇതാണ് ഒരു പ്രധാന. ഇത് എപ്പോഴാണ് ഐഡന്റിറ്റി? ഞാൻ പറയുന്നത് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് സ്വന്തം വർഗത്തോട് തന്നെ സെക്ഷൽ ഓറിയന്റേഷൻ തോന്നുക എന്നുള്ളത് അത് വളരെ മുമ്പേ തന്നെ ഉണ്ട്. നമുക്ക് വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ പോലും അവിടെ അടക്കം വിശദീകരിക്കുന്നത് ഖുർആനിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ എപ്പോഴാണ് ഈ നമുക്ക് തന്നെ ഈ വേർഡ് ഒറിജിൻ എടുത്ത് പരിശോധിച്ചൊക്കെ ഹോമോസെക്ഷൽ എന്ന ടേം തന്നെ കുറെ ആധുനികമായിട്ടാണ് കടന്നു വരുന്നത്. അതിൽ തന്നെ ഗേ, ബൈസെക്ഷൽ, ലെസ്ബിയൻ എന്നീ ടേമൊക്കെ വരുന്നത് എപ്പോഴാണ്? വളരെ റീസെൻ്റ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള ടേം തന്നെ കടന്നു വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പിന്നെ സമൂഹത്തിൽ വ്യാപകമാകുന്നത്? ഇത് നമ്മുടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഹോമോസെക്ഷൽ ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അസെക്ഷൽ ആണെന്ന് വിചാരിക്കാം, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് എൻ്റെ വളരെ സ്വകാര്യമായ ഒരു കാര്യമാണ് ഈ സെക്ഷൽ ഓറിയന്റേഷൻ. എനിക്ക് ആരോടാണ് ലൈംഗികമായ ആകർഷണം തോന്നുന്നത്. ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ സൊസൈറ്റി. പബ്ലിക്കിനെ കുറിച്ച് അതിന് ബോധരാവില്ല. അത് എൻ്റെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ എൻ്റെ സ്വകാര്യതയിലുള്ള ഒരു കാര്യമാണ്. അത് അവിടെ ഒതുങ്ങുന്നതായിരുന്നു. പക്ഷെ ഇതിനെന്ത് ചെയ്തു?
ഒരാളുടെ ഐഡന്റിറ്റിയായി ഇതിനെ കൊണ്ടുവരികയാണ് അതായത് സെക്ഷുവാലിറ്റി ഒരാളുടെ ഐഡന്റിറ്റിയായി മാറുക. അപ്പോൾ അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്, അത് വ്യാപകമാകുന്നത്, അത് ഈ ടേം വരുന്നതല്ല, വ്യാപകമാകുന്നത് 1960-നും 70-നും അടുത്ത് നടന്നിട്ടുള്ള സെക്ഷൽ റവല്യൂഷൻ, യൂറോപ്പിൽ നടന്നിട്ടുള്ള സെക്ഷൽ റവല്യൂഷൻ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരാളുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അയാളുടെ ഐഡന്റിറ്റിയായി പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വേറെ വരുന്നൊരു ഇതാണ്, ആളുകൾ അവരുടെ സ്വകാര്യതയിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? ഹാം പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിയാണ്, ആളുകൾ അവരുടെ സ്വകാര്യതയിൽ ചെയ്യുന്നത് അവിടെ നിൽക്കേണ്ട ഒരു കാര്യമാണ്. അതെന്തിനാണ് പൊതുസമൂഹത്തിലേക്ക് കൊടിയും പിടിച്ചിറക്കുന്ന ഐഡന്റിറ്റിയായി ആരാണ് മാറ്റിയത്? സ്വകാര്യതയിലുള്ള കാര്യം പബ്ലിക്കിലേക്ക് ആരാ കൊണ്ടുവന്നത്? അത് പ്രൈഡാണ് എന്നും അത് അഭിമാനമാണ് എന്നും അത് ഉദ്ഘോഷിക്കുന്ന, അത് ആളുകളിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ആരാ ഉണ്ടാക്കിയത്?